ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലോ അല്ലേ? അപ്പോൾ ഇതേ നല്ലൊരു നാടൻ പായസമായിട്ടാണ് ഇന്നത്തെ റെസിപ്പി. നമുക്ക് ആദ്യം വേണ്ട എന്തൊക്കെ സാധനങ്ങളെന്ന് നോക്കാം. അപ്പോൾ ഇത് നല്ല നാടൻ പച്ചരിയാണ്, ഉണക്കലരിയാണ്, കഴുകി തോർത്തി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചക്ക വേവിച്ച് അരച്ച് വെച്ചതാണ്. ശർക്കരപ്പാനി ഇവിടെ കാച്ചി വെച്ചിട്ടുണ്ട്. തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ ഒന്നാം പാൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഏകദേശം നല്ല വലിപ്പമുള്ള ഒരു 1.5 തേങ്ങയാണ് ഞാൻ എടുത്തത്. ഒരു തേങ്ങ അരമുറി. തേങ്ങയുടെ പകുതി നമ്മൾ ഉടക്കില്ലേ, അതിന് അരമുറി എന്നാണോ പറയുക, ഒരു മുറി എന്നാണോ നിങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യൂ കേട്ടോ. ആ കാര്യത്തിൽ ഇപ്പോഴും എനിക്കൊരു സംശയമാണേ. അപ്പോൾ അതേ ഒന്നാം പാൽ അങ്ങനെ മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാക്കൊത്തും നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം തന്നെ കഴുകി വറുത്ത് വെച്ച ഉണക്കല്ലരി ഒന്ന് നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാവുന്നതാണ്. ഒരു ചട്ടി വയ്ക്കുക, അതേ അരി ഇട്ട് കൊടുക്കുക. നമ്മൾ അരിയൊക്കെ പൊട്ടി തുടങ്ങി ഏകദേശം ഈ ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നമ്മൾ അരി ഇവിടെ റെഡി ആയിട്ടുണ്ട്, അരി വറുത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഒരു റവയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഒരു കണക്ക് പൊടിച്ചെടുത്താൽ മതിയേ. ഒരുപാട് അങ്ങ് നൈസായി പോകണ്ട, ചെറിയൊരു തരിയോട് കൂടി അങ്ങ് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ അതാണ് അതിൻ്റെ കറക്റ്റ് ഭാഗം. നന്നായി പൊടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മൾ പായസം വല്ലാണ്ട് അങ്ങ് കുഴമ്പി ടെക്സ്ചർ മാറി വേറെ മാതിരിയാവും. അപ്പോൾ അത് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റവ പരുവത്തിൽ. അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് പണിയൊന്നുമില്ല, എളുപ്പത്തിൽ നമ്മൾ ചക്കപ്പായസം നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന പായസമാണ് ചക്കപ്പായസം. അപ്പോൾ അത് ഞാൻ എടുത്ത് വെച്ച രണ്ടാം പാലിലേക്ക് നമ്മൾ ഡയറക്റ്റായിട്ട് പൊടിച്ച വറുത്ത അരിപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ കട്ടാതിരിക്കാനാണ് കൈ വെച്ച് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ വെച്ച് കിളക്കാൻ ചെറിയ ചെറിയ കട്ടയിട്ട് അതിൽ കിടക്കും. പിന്നെ അത് വെന്ത് കഴിഞ്ഞാൽ അത് അലിഞ്ഞ് ചേരില്ല. അതുകൊണ്ട് കൈ വെച്ച് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. തരികളൊക്കെ ഉലർത്തി റെഡിയാക്കുക. ഇനി ചക്ക നമ്മൾ ശർക്കരയൊന്നും ഇടാതെ ചക്ക വരട്ടാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചെന്ന് എടുത്താണേ. നമ്മൾ ശർക്കരയൊന്നും ഇട്ടിട്ടില്ല, അതുകൊണ്ടാണിതിന് കൂടുതൽ നിറം കുറവില്ലാത്തത്. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ കെട്ടാതിരിക്കുക ഒരുപോലെ നമുക്ക് ചക്കയും കൂടി ഇട്ടതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ. ഇനിയിപ്പോൾ അതിലേക്ക് അടുത്തായി നമുക്ക് ഒഴിക്കേണ്ടത് ശർക്കരപ്പാനിയാണ്. ശർക്കരപ്പാനി ഒഴിക്കുമ്പോൾ നല്ലപോലെ അരിച്ച് ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ശർക്കരയിൽ കല്ലോ പൂഴി മണലൊക്കെ ഒന്നും പെടാതിരിക്കാനായിട്ട് അരിപ്പ് വെച്ച് അരിച്ച് തന്നെ നമ്മളെ ശർക്കരപ്പാനിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇതും കൂടെ ഒഴിച്ച് കൊടുത്താൽ പിന്നെ നമുക്ക് അടുത്തതായിട്ട് ഒന്നാം പാലൊക്കെ ഏറ്റവും ലാസ്റ്റിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇളക്കിയത് വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി നമുക്ക് വെന്ത് വരുമ്പോൾ ഒരു ലൂസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള നമുക്ക് വെള്ളം കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. ഈ പായസം എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ പായസമാണ്. നിങ്ങളെൻ്റെ ചാനലും വീഡിയോകളും ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണേ. വീഡിയോകളും എൻ്റെ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുതേ ആരും. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ ഇവിടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാവുന്നതാണേ. തിളച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം തള വരുന്നത് വരെ. പായസമൊക്കെ ഇവിടെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. ഇത് വേവാനായിട്ട് അധികം താമസമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും. നമ്മളെ പരുവത്തിനനുസരിച്ച് നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കൂട്ടാവുന്നതാണ്. കട്ടയായിട്ടാണ് ഈ പായസം കഴിക്കാൻ ഇഷ്ടം എന്നുള്ളവർ കുറച്ച് തിക്കായിട്ട് വെള്ളം കുറവ് ചേർത്ത് ഉണ്ടാക്കിയാൽ മതിയാവും. കുറച്ച് ലൂസോടെ കുടിക്കാനാണ് ആഗ്രഹമെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്യാവേ. അപ്പോൾ അതിനായിട്ട് 3 ഏലക്കായ കൂടെ ഞാൻ അതിലേക്ക് പൊടിച്ചത് ഇട്ട് കൊടുക്കുകയാണേ. ഇനിയിപ്പോൾ നമുക്കിതാ ഒന്നാം പാലും കൂടെ ചേർത്താൽ
നമ്മളെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നാം പാൽ ചേർത്ത് ഒരുപാട് തിളപ്പിക്കരുത്. ഒന്നാം പാൽ ചേർത്ത് തള വരുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് സ്റ്റവ് ഓഫാക്കി കൊടുക്കാവുന്നതാണ്. അധികം നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമുക്കിത് സെറ്റായി കിട്ടും. ഇനി നമുക്ക് വറവിടാൻ ആവശ്യം അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഇഷ്ടമുള്ളവർ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. പക്ഷെ ഇതിലേക്ക് ഒന്നും കൂടെ ടേസ്റ്റ് നമുക്ക് തേങ്ങാക്കൊത്ത് ഇടുമ്പോഴാണ്. ഇടയ്ക്കൊന്ന് പായസം കുടിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് കടിക്കാനും അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയിലൊന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് തേങ്ങ ഒന്ന് പൊട്ടി വരാൻ തുടങ്ങും. ഏകദേശം ഉണ്ടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുത്താൽ നമ്മളെ ചക്കപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചക്കയൊക്കെ സീസണൊക്കെ കഴിഞ്ഞ് തുടങ്ങിയില്ലേ. അപ്പോൾ എല്ലാവരും ഈസി ആയിട്ടുള്ള ചക്കപ്പായസമൊക്കെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും പായസം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.